സംസ്ഥാനത്ത് ഈ മാസം 19 വരെ ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ട് എന്നുള്ളതാണ്. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം. ഷഫീദ് റാവത്ത് വിവരങ്ങൾ ചെയ്യുന്നു. ഷഫീദ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ കാട്ടച്ചൂടാ 40 ഡിഗ്രി എന്നൊക്കെ പറയുന്നത് നമുക്ക് ആലോചിക്കാൻ വയ്യ. മാത്രമല്ല, നമ്മൾ ഇപ്പോൾ കൊച്ചിയിലൊക്കെ ഇനിയിപ്പോൾ എത്ര ഡിഗ്രി ആണെങ്കിലും അതിൻ്റെ ഒരു നമ്മൾ അനുഭവിക്കുന്നത് ഊഷ്മാവ്, ഈ പറയുന്ന ഹ്യൂമിഡിറ്റി ഒക്കെ കാരണം അതിൻ്റെ ഒരു 3-4 ഡിഗ്രി അധികം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എപ്പോഴാണ് ഇതിനൊരു ചൂടിൻ്റെ ഒരു കുറവ്, ഇത് ഏത് അളവ് വരെ പോവും എന്നതിനെപ്പറ്റി വല്ല പിടുത്തമുണ്ടോ ഷഫീദ്? ഗുഡ് മോർണിംഗ് ഹഷ്മി ആൻഡ് പ്രവിത. ഹഷ്മി സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യത്തിൽ കനത്ത ചൂടിൽ വെന്തുരുകയാണ് കേരളം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സാധാരണ ഇതിൽ നമുക്കൊന്ന് പുറത്തേക്ക് പോലും ഇറങ്ങാൻ കഴിയാത്ത വലിയ മോശം സാഹചര്യമാണ് ചൂടിൻ്റെതായി നമുക്ക് പറയാനുള്ളത്. ഇന്നു മുതൽ 3 ദിവസം കേരളത്തിലെ 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇടുക്കി, വയനാട് ജില്ലകൾ ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ട് തുടരുകയാണ്. ഏറ്റവും ചൂടുള്ള പാലക്കാട് 39.2 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. പാലക്കാട് ജില്ലയിൽ ഏപ്രിൽ 19 വരെ 19 ചൂട് 40 ഡിഗ്രിയിലോ അതിൽ കവിയാനോ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കൊല്ലത്ത് 39 ഡിഗ്രി താപനിലയും കോട്ടയത്തും കണ്ണൂരും 38 ഡിഗ്രി താപനിലയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ കനത്ത ചൂടിൽ നിർജ്ജലീകരണം അടക്കമുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ അക്കാര്യത്തിലൊക്കെ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം മുന്നറിയിപ്പ്. ഈ സാധാരണഗതിയിൽ ഈ പുറത്തേക്കൊക്കെ പോയി ജോലിക്ക് പോകേണ്ട, അല്ലെങ്കിൽ ആ സമയത്ത് ജോലി ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്നവരുടെ അവസ്ഥയാണ് കഷ്ടമെന്നുള്ളത്. നമുക്കറിയാം, ഈ ചുമട്ടുതൊഴിലാളികളടക്കം ഇക്കാര്യത്തിൽ കൂടുതൽ മുൻകരുതൽ എടുക്കണമെന്നുള്ള കാര്യം നിർദ്ദേശമായി ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. അതേസമയം ഈ സ്കൂളുകളിൽ വേനലവധി ക്ലാസുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട കർശന നിർദ്ദേശവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലെ കുട്ടികളുടെ അവധി അത് അവരുടെ അർഹതപ്പെട്ട അവധിയാണ്, അവർക്ക് വേണ്ട അവധിയാണ്. മാത്രമല്ല, സംസ്ഥാനത്ത് ഈ ചൂട് കാരണം തൊഴിൽ സമയം അടക്കം ക്രമീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ സ്കൂളുകളിൽ വേനൽ ക്ലാസുകൾ നടത്താൻ പാടില്ല. അത് ഏതെങ്കിലും തരത്തിൽ നടത്തപ്പെടുന്നു എന്ന് കണ്ടെത്തിയാൽ കർശന നിർദ്ദേശം ഇക്കാര്യത്തിൽ ഉണ്ടാകും. ഇത് നിരീക്ഷിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് സംവിധാനങ്ങൾ ഒരുക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ നിർദ്ദേശമായി നൽകിയിട്ടുമുണ്ട്. ഹഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.